ഹലോ എവരിവൺ, എല്ലാവർക്കും യുബോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ടെറിട്ടോറിയൽ ആർമിയുടെ ഓപ്പൺ റാലിനെ കുറിച്ചാണ്. അതായത് ഈ വരുന്ന ഡിസംബർ നവംബറിൽ നമുക്ക് എന്ത് നടക്കാൻ പോവാണ്? ടെറിട്ടോറിയൽ ആർമിയുടെ ഓപ്പൺ റാലി നടക്കാൻ പോവാണ്. എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് അവിടെ നിങ്ങൾ കൊണ്ടുപോയ ഡോക്യുമെന്റ്സ്, അതേപോലെ ആർക്കൊക്കെ പഠിത്തുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെറിട്ടോറിയൽ ആർമി എന്താണ്, ഇങ്ങനൊരു എക്സാം നടക്കുന്ന കാര്യം പോലും തന്നെ പലർക്കും അറിയില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, നിങ്ങൾ റീലുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിന് കൂടെ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ കരിയറും കൂടി ബെറ്റർ ആവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. എന്താണ് ടെറിട്ടോറിയൽ ആർമി എന്നല്ലേ? ഇന്ത്യൻ ലൈൻ ഓഫ് ഡിഫൻസിൽ വരുന്ന ഒരു മേഖല തന്നെയാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യൻ ആർമിയും പാരാമിലിറ്ററി കഴിഞ്ഞ് വരുന്നതാണ് ടെറിട്ടോറിയൽ ആർമി. ഇന്ത്യൻ ആർമിയിലേക്ക് മറ്റും ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്തൊക്കെ നമുക്കറിയാം, ടെറിട്ടോറിയൽ ആർമിക്ക് 4 വർഷത്തേക്ക് ടെറിട്ടോറിയൽ ആർമി മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ആർമി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതും 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ടെറിട്ടോറിയൽ ആർമിയുടെ എക്സാംസിലേക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്, അതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഓപ്പൺ റാലിയിലേക്ക് പോകാവുന്നതാണ്. അതും ഈ ക്വാളിഫിക്കേഷൻ വരുന്നത് 8th പാസ്, അതേപോലെ തന്നെ 10th പാസ്സൊക്കെയാണ്. സോ മൊത്തം ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഈ വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അത് ആദ്യം നമുക്ക് ഡേറ്റ് നോക്കാം. Okay, the recruitment rally will be held from 15th November 2025 to 1st December 2025 across multiple centers in Southern India. അതായത് സൗതേൺ ഇന്ത്യയിൽ പല സെന്റേഴ്സിലായിട്ട് 15 നവംബർ മുതൽ 1 ഡിസംബർ വരെ 2025 ഡിസംബർ 1 വരെ എന്ത് നടക്കുന്നതാണ്, ഈ എക്സാംസും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിൽ പല മേഖലകളിലായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ SSC GD MTS ഡൽഹി പോലീസിൻ്റെ ഒക്കെ കോഴ്സുകൾ നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകളൊക്കെ ഒരു ബാച്ചിൻ്റെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ശ്രമത്തിൽ തന്നെ ഈ വർഷം തന്നെ 2026 യൂണിഫോം ബാച്ചിലേക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും ആ ഒരു പോസ്റ്റിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 100% വർത്തായിരിക്കും മക്കളെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അക്കാഡമിക്സ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. മെഡിക്കൽ അതേപോലെ തന്നെ കാര്യങ്ങൾ നമ്മളൊരു ഗൈഡൻസ് തരും. ഫിസിക്കൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. ആദ്യം റിട്ടേൺ ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. 3000 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന കോഴ്സ് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന വെറും 1000 രൂപയ്ക്കാണ്. അത് മാക്സിമം കുട്ടികൾ ഈ വർഷം നമ്മൾ ജോയിൻ ചെയ്ത് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ആയിട്ടാണ് നമ്മളിത് 1000 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ www.ubots.org എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡെമോ ക്ലാസ് കണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസിലേക്ക് പോയാൽ മതി കേട്ടോ. കോഴ്സൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഡെമോ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വന്നാൽ മതി, ഒരു പ്രശ്നവുമില്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോക്കടാ, വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത് നമ്മൾ നോക്കുക. മൊത്തം വേക്കൻസി എന്ന് പറഞ്ഞാൽ സോൾജിയർ ജനറൽ ഡ്യൂട്ടിക്ക് വരുന്നത് 1372 വേക്കൻസിയാണ് മൊത്തം വരുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, അതേപോലെ തന്നെ സോൾജിയർ ക്ലർക്ക് ആണെങ്കിൽ 7 വേക്കൻസിയാണ് വരുന്നത്. അതേപോലെ തന്നെ സോൾജിയർ ഷെഫിന് 19 വേക്കൻസിയാണ് വരുന്നത്. അതേപോലെ തന്നെ സോൾജിയർ ഷെഫിന് സ്പെഷ്യൽ വരുന്നത് 3 വേക്കൻസികളാണ്. സോൾജിയർ മെസ് കുക്കിന് വരുന്ന 2 വേക്കൻസി. സോൾജിയർ എക്യുപ്മെൻറ്റ് റിപ്പയർ വരുന്നുണ്ട് 3 വേക്കൻസിയാണ്. സോൾജിയർ സ്റ്റുവേർഡ് വരുന്നത് 3 വേക്കൻസിയാണ്. അതേപോലെ തന്നെ സോൾജിയർ ആർട്ടിഷ്യൻ മെറ്റലർജി വരുന്നത് 2 വേക്കൻസിയാണ്. ആർട്ടിഷ്യൻ വുഡ് വർക്ക് വരുന്നത് 2 വേക്കൻസിയാണ്. ആർട്ടിഷ്യൻ വുഡ് വർക്ക്, പിന്നെ സോൾജിയർ ഹെയർ ഡ്രസ്സർ 5. ഈ ബാർബർ വേക്കൻസി ഉണ്ടല്ലോ, മുടിയിട്ടാനും കാര്യങ്ങളൊക്കെ 5 വേക്കൻസി അവിടെ വരുന്നത്. ഇതൊക്കെ ട്രേഡാണ്. അപ്പോൾ ട്രേഡിൻ്റെ എക്സാംസ് എലിജിബിലിറ്റി കൂടി ഉണ്ടാവും കേട്ടോ. ടൈലർ വരുന്നുണ്ട് 1 വേക്കൻസി. അതേപോലെ തന്നെ ഹൗസ് കീപ്പർ 3 വേക്കൻസി വരുന്നുണ്ട്. വാഷ്മാൻ 4 വേക്കൻസി വരുന്നുണ്ട്. അങ്ങനെ ഇത്രയാണ് വരുന്നത്. ആൻഡ് ഐ പ്രിഫർ 1372 വേക്കൻസി സോൾജിയർ ജനറൽ ഡ്യൂട്ടി GD അഥവാ സാധാ സോൾജിയറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതിന് അപ്ലൈ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അപ്ലൈ ചെയ്യല്ല, നിങ്ങൾ നടക്കുന്ന ഓപ്പൺ റാലിയാണ്. എന്താണ് ഓപ്പൺ റാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നടക്കുന്ന സെൻറ്ററിലേക്ക് രാവിലെ പുലർച്ചെ നമ്മൾ എത്തിയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഫിസിക്കലും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുക. ആദ്യം ഫിസിക്കലാണ്, ഓടാനുണ്ടാവും. നിങ്ങളുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നിങ്ങളുടെ നേരെ ഓടാൻ വിടും. ഓടി കയറിയതിന് ശേഷം അതിന് ഒരു 4-5 പേരെ ഓരോ ടീം സെറ്റ് ചെയ്തിട്ട് അടുത്ത റിട്ടേൺ എക്സാം
ഉണ്ടാവും, മെഡിക്കൽ ഉണ്ടാവും, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ആ ഡേറ്റിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുക. കേരളത്തിന് 2 ദിവസമായിട്ട് നടക്കുന്നുണ്ട്, അതൊരു ബെനിഫിറ്റാണ്. ബാക്കിയുള്ളവർക്കൊക്കെ നമുക്ക് 2 ദിവസമായിട്ട് നടക്കുന്നുണ്ട്, കാണാം. ഓക്കെ, റിക്രൂട്ട്മെന്റ് സെന്റേഴ്സ് ആൻഡ് ഷെഡ്യൂൾ നോക്കിക്കോളൂ. സെന്റേഴ്സ് വരുന്നത് കോലാപ്പൂർ മഹാരാഷ്ട്രയിൽ നമുക്ക് സെന്റർ വരുന്നുണ്ട്. അതേപോലെ സെക്കന്ദരാബാദ്, ഇവിടെ നമുക്ക് പോകില്ല, മൊത്തം സെന്റേഴ്സ് വരുന്നതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ശ്രീ വിജയപുരം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് വരുന്നുണ്ട്. ദേവലാലി മഹാരാഷ്ട്രയിൽ വരുന്നുണ്ട്. നമുക്ക് വരുന്നത് ബെലഗാവി കർണാടക രാഷ്ട്രീയ മിലിറ്ററി സ്കൂൾ. ബെലഗാവി കർണാടക രാഷ്ട്രീയ മിലിറ്ററി സ്കൂളിലാണ് നമുക്ക് എന്ത് വരുന്നത്, മിലിറ്ററി സ്കൂളിന്റെ സ്റ്റേഡിയം ഉണ്ട്, അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ റിക്രൂട്ട്മെന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ മറക്കണ്ട, ബാക്കിയൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒന്ന് എവിടെയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ എവിടെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫുൾ ഡിസ്ട്രിക്ട് ഷെഡ്യൂൾസ് ആർ പ്രൊവൈഡ് വിത്ത് സ്പെസിഫിക് റിക്രൂട്ടിംഗ് ടൈം സ്റ്റാർട്ടിങ് 5 o'clock ആണ്. അത് 5 മണിയാണേ. അപ്പോൾ നിങ്ങൾ അവിടെ രാവിലെ 5 മണിക്ക് എത്തണം. 10 മണിക്ക് ശേഷം എത്തുന്ന ആൾക്കാരൊന്നും ഗേറ്റിലേക്ക് കയറ്റി വിടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, 5 മണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ വെളുപ്പിനൊരു 4 മണിക്കേ സെറ്റായി നിൽക്കുക. തലേന്നേ പോയിട്ട് കർണാടക റൂമൊക്കെ എടുത്ത് നിന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ 5 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുക മാക്സിമം കേട്ടോ. അതേപോലെ കാൻഡിഡേറ്റ് മസ്റ്റ് ബിഫോർ 10 മോർണിംഗ് 10 AM മുമ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ഇടയിൽ ലേറ്റ് ആവാതെ എത്തണം. 5 മണിക്ക് 10 മണിക്കുള്ളിലാണ് റിപ്പോർട്ടിംഗ് ടൈം വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, നല്ല ചിലപ്പോൾ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ അവിടെ എത്തി നിൽക്കുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജോബാണ്. ആ ജോബ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ട്രൈ ചെയ്യണം. ഇതൊക്കെ അതിന് ട്രൈ ചെയ്യണം, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക കേട്ടോ. ഏജ് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കണം. 18 മുതൽ 42 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ 18 വയസ്സിന് 42 വയസ്സിന് ഇടയിലുള്ള എല്ലാവരും ഇത് പോയിട്ടൊന്ന് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങളവിടെ സ്റ്റേഡിയത്തിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം യുബോർട്സ് എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്, അത് മെൻഷൻ ചെയ്തിട്ടോ കൊളാബ് ചെയ്തിട്ടോ നിങ്ങൾ സ്റ്റോറീസ് ഇടുകയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ കൂടി ഇത് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും പോലെ നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേജൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക, സ്റ്റോറി ചെയ്താൽ മതി കേട്ടോ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നോക്കണം. സോൾജർ ജനറൽ ഡ്യൂട്ടിക്ക് വരുന്നത് 10th പാസ്സാണ്, 45% മാർക്കാണ് കേട്ടോ. ആൻഡ് ഏകദേശം ഓവറോൾ 45% ഓരോ പേപ്പറിനും 33%, അതായത് D+ വേണം കേട്ടോ. ഇനി അതേപോലെ സോൾജർ ക്ലർക്കിന് വരുന്നത് 12th പാസ്സാണ്. സോൾജർ ക്ലർക്ക് പോസ്റ്റുകൾക്ക് 12th പാസ്സായിട്ടുണ്ടാവണം. ഓക്കെ, ആർട്സ് ആൻഡ് കൊമേഴ്സ് സയൻസ് ഏതാണെങ്കിലും കുഴപ്പമില്ല, 60% മാർക്ക് വേണം. അതേപോലെ തന്നെ മൊത്തത്തിൽ കേട്ടോ എല്ലാ സബ്ജക്റ്റും കൂടി കൂട്ടുമ്പോൾ ഒരു 60% ഉണ്ടായാൽ മതി. അതൊക്കെ ഏകദേശം എല്ലാവർക്കും പാസ്സാവുന്ന എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ മക്കളെ. അതേപോലെ തന്നെ 50% പെർ സബ്ജക്റ്റ്. ഇംഗ്ലീഷ് ആൻഡ് മാത്സ് മാൻഡറ്ററി. 50% ഇംഗ്ലീഷിനും ഉണ്ടാവണം, 50% മാത്സിനും ഉണ്ടാവണം. ഇത് 2 സബ്ജക്റ്റ് വൈസും. ആൻഡ് ഓവറോൾ നോക്കുമ്പോൾ ഒരു 60% ഉണ്ടാവണം. അടുത്ത സോൾജർ ട്രേഡ്സ്മാൻ ആണ്. 10 പാസ്സായാൽ മതി. 33 മാർക്ക് പെർ സബ്ജക്റ്റിന് ഉണ്ടായത്, 33 മാർക്ക് വെച്ച് ഒരു സബ്ജക്റ്റിന് ഉണ്ടായാൽ മതി കേട്ടോ. ഇനി അതേപോലെ സോൾജർ ട്രേഡ്സ്മാൻ തന്നെ ഹൗസ് കീപ്പർ ഓർ മെസ് കീപ്പർ ഉണ്ട്. 8th പാസ്, 33 മാർക്സ് പെർ സബ്ജക്റ്റ് ഉണ്ടായാൽ മതി അവിടെയും കേട്ടോ. ഇനി അടുത്തത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക. ഇവൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്കറിയാം അല്ലേ, ബി റെസിഡൻസ് ഓഫ് ദ ഡെസിഗ്നേറ്റഡ് സോൺ ഓഫ് ദെയർ യൂണിറ്റ്. അതായത് നമുക്കിപ്പോൾ സൗത്ത് വന്നു, സൗത്ത് വരുമ്പോൾ നമ്മൾ എക്സാം സെൻറ്റർ എവിടെയാണ്, കർണാടകയിലാണ് നടക്കുന്നത്. നമ്മുടെ ഡൊമിസൈൽ സ്റ്റേറ്റിൻ്റെ ഇത് എവിടെയാണ് നടക്കുന്നത്, കർണാടകയിലാണ്, ബെൽഗാവിയിലാണ് നമുക്ക് പോകേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ കാൻഡിഡേറ്റ് മസ്റ്റ്, അത് നിങ്ങൾ അറിഞ്ഞ് പോകേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഒബ്റ്റെയിൻ ഗവൺമെൻറ് പെർമിഷൻ ഇഫ് എംപ്ലോയിഡ് വിത്ത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നിങ്ങൾ സെൻട്രൽ ഓർ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ, സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അവരുടെ ഒരു ഇത് വേണ്ടി വരും, പെർമിഷൻ ലെറ്റർ വേണ്ടി വരും. ഓക്കെ, അതേപോലെ തന്നെ നോട്ട് ബിലോങ് ടു എനി ആക്റ്റീവ് CAPF ഓർ സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ്. നിങ്ങൾ ഏതെങ്കിലും സ്റ്റേറ്റ് പോലീസിലോ CAPFലോ അതായത് പാരാമിലിറ്ററിയിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതേപോലെ ഹാവ് നോ ക്രിമിനൽ കൺവിക്ഷൻസ് ഓർ മൾട്ടിപ്പിൾ മാരേജസ്. ഒന്നിൽ കൂടുതൽ കല്യാണങ്ങൾ കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ എന്തും ചെയ്യാൻ പാടില്ല, ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഉണ്ടാവാൻ പാടില്ല, നിങ്ങളുടെ പേരിൽ കേസോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കാം. ഹൈറ്റ് വരുന്നത് 160 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, അതായത് 160 സെൻറ്റിമീറ്ററിൽ ഇത് ആലോചിച്ച് നോക്കണം. 160 വരുന്നത് നേവിക്കൊക്കെ 157 കൂടി ആലോചിച്ച് നോക്കുക. അതേപോലെ 160 വരുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് 166 വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ കേസ് പറയും മക്കളെ, നിങ്ങൾ ചില ആൾക്കാർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഫിസിക്കൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഇവിടെ കൊടുക്കുന്ന പല ഫിസിക്കലും നിങ്ങൾക്ക് ആർമിക്ക് ആവശ്യമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടത് സ്പീഡ് എൻഡ്യൂറൻസ് ടെസ്റ്റാണ്, അതേപോലെ മിനിമം പുള്ളപ്പും പുഷപ്പും. അല്ലാതെ നോർത്ത് ഇന്ത്യക്കാരെ ട്രെയിനിങ്ങോ കുറേ വീഡിയോസ് ഉണ്ട്. ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ ആർമി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് ചെയ്ത്
വീഡിയോ ആയിട്ട് തന്നെ നമുക്കത് പറയാം. ഓക്കെ, ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാനുണ്ട്. ചിലപ്പോൾ ഞാനും കുറച്ച് ക്രിറ്റിസൈസ് ചെയ്യപ്പെടും, കുഴപ്പമില്ല. നമ്മളിവിടെ നടക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന കുറേ പൊള്ളകൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇനി 160 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിർബന്ധമായിട്ട് 160 സെൻറ്റിമീറ്റർ ഉള്ള ആൾക്കാർ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അതേപോലെ ചെസ്റ്റ് വരുന്നത് 82 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അതായത് 77 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് എക്സ്പാൻഡഡ് ആയിട്ടുണ്ടാവണം, അതായത് വികസിപ്പിക്കാതെ. ശ്വാസം എടുക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ പ്ലസ് എക്സ്പാൻഡഡ് ആയിട്ടുണ്ടാവണം കേട്ടോ. അങ്ങനെ 5 സെൻറ്റിമീറ്റർ ഒരു എക്സ്പാൻഷൻ ആണ് വരുന്നത്. ഓക്കെ, അത് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ കൂടും മക്കളെ. നോക്കിനിയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ മുട്ടിങ്ങനെ തട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു അങ്ങനെ കുറേ ആൾക്കാർ കുറേ ഉടായി പറഞ്ഞാൽ പറയല്ലേ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പലതും പറയുന്നുണ്ട് നോക്കിനിയൊക്കെ മാറാൻ വർഷങ്ങളെടുക്കും. അതേപോലെ തന്നെ ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടെങ്കിലും മാറാൻ നല്ല ടൈം എടുക്കും. ഫിംഗർ ബെൻഡ് ഉണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവും, പോയിന്റ് ഫിംഗറിന് ബെൻഡ് ഉണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവും. കണ്ണിന് ലേസർ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കുക. വെറുതെ ചതിക്കുഴികളിൽ പോയി പെടുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാക്കുക കേട്ടോ. അതേപോലെ വെയിറ്റ് ഒരു 50 കിലോഗ്രാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്ന കുട്ടികൾക്ക് മിനിമം 50 കിലോഗ്രാം ഹൈറ്റ് ഉണ്ടാവണം, വെയിറ്റ് ഉണ്ടാവണം കേട്ടോ. 50 നിങ്ങൾ എന്തായാലും നിർത്തുക. ഇനി ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർ ആ BMI ഒന്ന് അക്യുറേറ്റ് ആക്കുക കേട്ടോ. അതേപോലെ റിലാക്സേഷൻസ്, ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹൈറ്റ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവും. സൺസ് ഓഫ് സർവീസ്മാൻ ഓർ എക്സ് സർവീസ്മാൻ 2 സെൻറ്റിമീറ്ററിൻ്റെ 2 കിലോഗ്രാമിൻ്റെയും അതേപോലെ 1 സെൻറ്റിമീറ്റർ ചെസ്റ്റിൻ്റെ ഒക്കെ ഇതുണ്ടാവും. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് സ്പോർട്സ്മാൻസിന് 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും പ്ലസ്, അതേപോലെ തന്നെ പ്ലസ് 3 കിലോഗ്രാമിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ചെസ്റ്റിൻ്റെ ഇതിലൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ട്രേഡ് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് അവിടെ ഉണ്ടാവും, നിങ്ങൾ ഓർത്ത് വെക്കുക. ട്രേഡ് ആൻഡ് ഫിറ്നസ് ടെസ്റ്റ് അവിടെ ഉണ്ടാവും, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് ക്ലർക്കിന് കമ്പ്യൂട്ടറും ആൻഡ് IT പ്രൊഫഷൻസി, ബേസിക് IT ആണ്. ഇതിനായിട്ട് നിങ്ങൾ IT കോഴ്സ് ഒന്ന് ദയവ് ചെയ്ത് കുറേ മക്കൾ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ എക്സാമിന് IT കണ്ടു കഴിഞ്ഞാൽ ITയിൽ എക്സൽ എന്താണ്, MS എന്താണ് പ്രൊസസ്സർ എന്താണ്, RAM എന്താണ്, മോണിറ്റർ എന്താണ്, CPU എന്താണ്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഫ്രീ PDF തരാം, ഞാൻ തരുന്നതാണ്. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്തോ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊക്കെ ഫ്രീ ആയിട്ട് തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ദയവ് ചെയ്ത് ഇതിനൊന്നും കോഴ്സിൽ പോയി ജോയിൻ ചെയ്യരുത്. അതേപോലെ തന്നെ അടുത്തത് ട്രേഡ്സ്മാൻ സ്കില്ല്. അവിടെ ഏത് ട്രേഡാണോ നിങ്ങൾ എടുക്കുന്നത്, ട്രേഡ്സ്മാൻ അറിയാലോ. നിങ്ങളിപ്പോൾ ക്ലീനിങ് ആണെങ്കിൽ മുടി വെട്ടാനാണെങ്കിൽ മുടി വെട്ടി കാണിച്ചു കൊടുക്കേണ്ടി വരും, ഏറ്റവും നന്നായിട്ട് മുടി വെട്ടുന്നതുകൊണ്ട് ജോലി കിട്ടും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ട്രേഡ്സ്മാൻ്റെ വരുന്നത് കേട്ടോ. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ഏജിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. 1 മൈൽ ഓടണ്ടേ, 1 മൈൽ എന്ന് പറഞ്ഞാൽ അത്ര 1.6 കിലോമീറ്റർ. ഇതാണ് നമ്മൾ ഓടേണ്ടത് കേട്ടോ. ഈ ഓടുന്നത് 18 മുതൽ 30 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 18 മുതൽ 30 വയസ്സ് കുട്ടികളല്ല, ആൾക്കാർക്ക്, വ്യക്തികൾക്ക് 1.6 കിലോമീറ്റർ ആവും. അതായത് 1600 മീറ്റർ, 400 മീറ്ററിൻ്റെ റൗണ്ടായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അതിന് 4 റൗണ്ട് ഓടേണ്ടി വരും. ഓക്കെ, അപ് ടു 5 minutes 30 seconds നോർമൽ ടൈമാണ്. ഇന്ത്യൻ ആർമിയുടെ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ടൈമാണ് 5 minutes 30 seconds എണ്ണ. ഓക്കെ, അത് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ നോർമലായിട്ട് ഓടുന്ന ആൾക്കാർക്ക് നന്നായിട്ട് നിങ്ങൾ മാക്സിമം ഈ അത്ലറ്റ്സിൻ്റെ അടുത്ത് പോയിട്ട് കോച്ചിങ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം അത്ലറ്റ്സിൻ്റെ അടുത്തിട്ട് സ്പീഡ് എൻഡ്യൂറൻസ് ഒക്കെ അവർക്കായിരിക്കും കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ട്, അതും സയൻറ്റിഫിക്കലി നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ മാക്സിമം അങ്ങനെ നോക്കാം. അങ്ങനെ നിങ്ങൾ 5.5 മിനിറ്റോട് ഓടി എത്തിക്കഴിഞ്ഞാൽ 60 മാർക്കാണ് കിട്ടുക എക്സലൻറ്റിൽ. അതൊരു ബോണസാണ് കേട്ടോ. പിന്നെ ഇവിടെ ബോണസ് ഒന്നുമില്ല മക്കളെ, ഈ ഒരു ഇതിൽ കൂടി എത്തിയില്ലെങ്കിൽ മിക്കവാറും നിങ്ങളെ പുറത്താക്കും. കാരണം ആദ്യം ഓടി എത്ര 5-6 പേരെ ആയിരിക്കും ഇവർ വലിച്ചകത്തോട്ട് ഇടുക. പിന്നെ ഏജ് ഗ്രൂപ്പ് തന്നെ 5 minutes 45 seconds ഓടി എത്തി കഴിഞ്ഞാൽ 40 ആവറേജിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 5 minutes 45 ശേഷം വന്നു കഴിഞ്ഞാൽ ഫെയിലാണ് കേട്ടോ, ബിലോ സ്റ്റാൻഡേർഡിലിടും. പിന്നെ 31 മുതൽ 42 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അവിടെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, 6 minutes 15 seconds എക്സലൻറ്റ് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ 6 minutes 30 seconds കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 മുതൽ 30 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവറേജ് ഇടും. 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഫെയിൽ ആവും കേട്ടോ, ബിലോ സ്റ്റാൻഡേർഡ് ഫെയിലാക്കി കളയും. അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഓട്ടം കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഒരു 5 minute റെസ്റ്റ് എന്നിട്ട് പുള്ളപ്പിന് വിടും. ഓക്കെ, അപ്പർ ബോഡി സ്ട്രെങ്ത് ആണ് നോക്കുന്നത്. പുള്ളപ്പ് നമ്മുടെ അവിടെ തൂങ്ങുന്ന പരിപാടിയില്ലേ, അതെ, പുഷപ്പ് അല്ല കേട്ടോ, പുഷപ്പ്. അപ്പോൾ ടെസ്റ്റ് ആം, ഷോൾഡർ, ബാക്ക് സ്ട്രെങ്ത്. ഈച്ച് കാൻഡിഡേറ്റ് പെർഫോംസ് പുള്ളപ്സ് ആണ് ബീം വരും, അതിൽ തൂങ്ങാനാണ് പറഞ്ഞത്. ഓക്കെ, 10 അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ 40 മാർക്ക് ഉണ്ടാവും, എക്സലൻറ്റ്. പുഷപ്പ് പുള്ളൊക്കെ 10 സുഖമായിട്ട് എടുക്കാൻ പറ്റും. വീട്ടിൽ മറ്റേ റാക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പിടിച്ച് തൂക്കി ഇതെടുത്താൽ മതി. അതിനൊന്നും ഒരു കോച്ചിങ്ങിനും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങളെ മടി കൊണ്ടാണ് ഫെയിലാവുന്നത്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാം പാസ്സാവണമെങ്കിൽ അതിന് ആദ്യം വേണ്ടത് നിങ്ങളെ മൈൻഡ് സെറ്റാണ്. ഉറക്കം ഒഴിക്കേണ്ടി വരും, രാവിലെ നേരത്തെ എണീക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. ഇതൊക്കെ പഠിച്ചാലേ ജോലി കിട്ടുള്ളൂ, അല്ലാതെ ആരും വെറുതെ കൊണ്ടു തരത്തൊന്നുമില്ല. ഓക്കെ,
ആ സ്ട്രഗിൾ ചെയ്യാൻ നിങ്ങൾ റെഡി ആവണം. സ്ട്രഗിൾ ചെയ്യാൻ റെഡി ആവണമെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. ഓക്കെ, എന്ത് ഹെൽപ്പിന് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അടുത്തത് ബാലൻസ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് സിക്സാക്ക് പോലെ ബാലൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഇത് ക്വാളിഫൈ ചെയ്താൽ മതി, മാർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. മസ്റ്റ് വാക്ക് ഓൺ എ നാരോ വുഡൻ ബീം ഉണ്ടാവും. അതായത് നമ്മൾ സിക്സാക്ക് പോലെ നിങ്ങൾ ജസ്റ്റ് ഒരു പാലത്തിന്റെ മേലെ കൂടെ നിങ്ങൾ ഇങ്ങനെ നടന്നു പോവുക. അതായത് ഇങ്ങനെ ഒരു വുഡൻ ബീം വെക്കും കേട്ടോ. ഈ വുഡൻ ബീമിന്റെ മേലെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നടന്നിങ്ങനെ പോവുക. വേറെ ഒന്നുമില്ല അവിടെ. ഇതിലൂടെ തെറ്റാതെ നടന്നു പോവുക, അതാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, ഇനി എജിലിറ്റി ആൻഡ് ബാലൻസ് കൺട്രോൾ റിക്വയർഡ് ഇൻ ഫീൽഡ് ഓപ്പറേഷൻസ്. അതായത് ഫീൽഡൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല ബോഡി ബാലൻസ് വേണം. അതേപോലെ തന്നെ നിങ്ങൾ മൈൻഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇനി 9 ഫുട്ട് ഡിച്ച് ഉണ്ടാവും. അതായത് നമ്മുടെ ലോങ് ജമ്പ് ഉണ്ടാവും, അത് ചാടിക്കിടക്കണം കേട്ടോ. ഇതും ക്വാളിഫൈ ചെയ്താൽ മതി, മാർക്കൊന്നും ഉണ്ടാവില്ല. 2.74 മീറ്റർ ആണ് 9 ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആണ് പറയാനുള്ളത്. ഇത് നമ്മൾ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെപ്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണം മക്കളെ. വീണ്ടും പറയാം, നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ടെസ്റ്റ് എല്ലാ ട്രേഡിനും മാൻഡറ്ററി ആണ്. അതായത് ഇപ്പോൾ ട്രേഡ്സ്മാൻ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായാലേ റിട്ടേൺ എക്സാമിലേക്ക് പോവുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒന്നിൽ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഫെയിലിംഗ് എനി കോമ്പണന്റ് റണ്ണ്, പുള്ളപ്പ്, ബാലൻസ് ഓർ ഡിച്ച് ലീഡ്സ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഡയറക്റ്റ് ഡിസ്ക്വാളിഫൈ ചെയ്ത് ചുരുക്കാം. സോൾജിയർ ക്ലർക്കിനാണെങ്കിൽ 1.6 കിലോമീറ്റർ ഓടിയിട്ട് അതേപോലെ തന്നെ പുള്ളപ്പുകളും ക്വാളിഫൈ ചെയ്താൽ മതി. ഇതിൻ്റെ മാർക്ക് ഫൈനൽ ഔട്ടിലേക്ക് ഉണ്ടാവില്ല. അതായത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി, ഫൈനൽ ഔട്ടിലേക്ക് മാർക്ക് ഉണ്ടാവില്ല. പിന്നെ പെർഫോമൻസ് സ്ട്രാറ്റജി ഉണ്ട്. അതായത് നിങ്ങൾ പെർഫോമൻസ് സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഓടാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് 5.5 മിനിറ്റിന് മുമ്പ് ഓടിയെത്താൻ വേണ്ടി ട്രൈ ചെയ്യുക. പ്രോപ്പറായിട്ട് ടൈം വെച്ചിട്ട് തന്നെ നിങ്ങൾ ട്രെയിനിങ് ചെയ്യുക കേട്ടോ. അപ്പോഴേ നമുക്ക് ആ 60 മാർക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഒരു ആഴ്ചയിൽ നിങ്ങൾ 3 മുതൽ 4 ദിവസം, മാക്സിമം പോയി 5 ദിവസം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും ഹാർഡ് കോർ ട്രെയിനിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതും ഇടവിട്ട് ജോഗിങ്, സ്പ്രിൻറ്റുകൾ, അതേപോലെ തന്നെ സ്പ്രിൻറ്റ് റീൽസ് എടുക്കുക, അതേപോലെ ജോഗിങ്സ്, വളരെ ഇൻ്റർവെൽ ആയിട്ടുള്ള റണ്ണുകൾ എടുക്കുക. ആദ്യത്തെ ദിവസം തന്നെ പോയിട്ട് 1.6 കിലോമീറ്റർ ഓടാൻ നോക്കരുത്. തീരെ ഫിസിക്കൽ നോക്കാത്ത ആൾക്കാർ നല്ല ബോഡി പെയിൻ വരും, പിന്നെ നിങ്ങൾക്ക് പോകാനേ പറ്റത്തില്ല. അതേപോലെ തന്നെ ചിന്നപ്സും പുഷപ്സും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാം. ഓക്കെ, മെയിൻറ്റെയിൻ പ്രോപ്പർ ഹൈഡ്രേഷൻ, അതായത് നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ഓട്ടത്തിന് മുമ്പൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ബോഡി സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, സ്ട്രെച്ച് ചെയ്ത് പ്രോപ്പറായിട്ട് മുമ്പോട്ട് പോവാം. ആൻഡ് റിട്ടൺ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സോൾജിയർ, ജനറൽ ഡ്യൂട്ടി, അതേപോലെ തന്നെ ട്രേഡ്സ്മാൻ നോക്കുക. ജനറൽ നോളജ്, ജനറൽ സയൻസ്, എലമെൻ്ററി മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന എക്സാംസ്. GK ഏകദേശം 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 20 എണ്ണം GK എന്നും, അതേപോലെ തന്നെ സയൻസിന് 15 എണ്ണം, പിന്നെ മാത്സിന് 15 എണ്ണം. എടാ, അങ്ങനെ മൊത്തം 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, 50 ചോദ്യങ്ങളിൽ 20 എണ്ണം GK എന്നുണ്ടാവും, സയൻസിന് 15 ഉണ്ടാവും, മാത്സിന് 15 എണ്ണം ഉണ്ടാവും. 100 മാർക്കിനാണ് ഉണ്ടാവുക. പാസിംഗ് മാർക്ക് 32 മാർക്കേ ഉള്ളൂ. സുഖമായിട്ട് പാസ്സാവാം, ഒരു പേടിയും വേണ്ട, സുഖമായിട്ട് പാസ്സാവാം. ഓക്കെ, 2 അവർ ആയിരിക്കും എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി ഓരോ ശരി ഉത്തരത്തിനും 2 മാർക്ക്, ഓരോ തെറ്റുത്തരത്തിനും -1 വെച്ച് കുറയും കേട്ടോ. -0.25 അല്ല, -1 വെച്ച് കുറയും കേട്ടോ. അതേപോലെ സോൾജിയർ ക്ലർക്ക് ആണെങ്കിൽ GK, സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ സയൻസും കൂടി ഉണ്ടാവും കേട്ടോ. അതായത് 50 ചോദ്യങ്ങളിൽ GK ആൻഡ് സയൻസ് ഉണ്ടാവും, 50 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ GK ആൻഡ് സയൻസ് 10 ഉണ്ടാവും, മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ 15 എണ്ണം ഉണ്ടാവും, ഇംഗ്ലീഷ് 25 എണ്ണം. അങ്ങനെ 100 മാർക്ക്, 40 ആൾ ക്വാളിഫയിങ് മാർക്ക് വരുന്നത് 40 മാർക്കാണ് കേട്ടോ. 2 മണിക്കൂർ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ഓക്കെ, ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ച് കുറയും. അതേപോലെ തന്നെ ശരി ഉത്തരത്തിന് 2 മാർക്ക് വെച്ച് കയറും കേട്ടോ. ഇനി ഡീറ്റെയിൽഡ് സിലബസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ, വെറുതെ കുറേ ലെങ്ത് വീഡിയോക്ക് കൂട്ടി കഴിഞ്ഞാൽ ആരും കാണുന്നില്ല, അതുകൊണ്ടാണ് ലെങ്ത് കുറച്ചത്. സിലബസ് വീഡിയോ ടെറിട്ടോറിയൽ ആർമിയുടെ വേണം, അതേപോലെ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഇനി അതേപോലെ ഡോക്യുമെന്റ്സ്, എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്, കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബ്രിങ് ഒറിജിനൽ ആൻഡ് 2 അറ്റസ്റ്റഡ് ഫോട്ടോകോപ്പീസ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾ പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒറിജിനലും വേണം, 2 ഫോട്ടോ കോപ്പിയും വേണം. ഇതില്ലാതെ അങ്ങോട്ട് പോകരുത്. ഓക്കെ, അതേപോലെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് +10 +2 മാൻഡറ്ററി ആണ്. ഇനി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതേപോലെ കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, റിലീജിയൻ സർട്ടിഫിക്കറ്റ്, ഇഫ് നോട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ ഇല്ലെങ്കിൽ മാത്രം റിലീജിയൻ എടുത്ത് കൊണ്ടുപോകുക കേട്ടോ. ഇനി ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണം, മാരിറ്റൽ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് വേണം, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതായത് സർവീസ്മാൻ ആരെങ്കിലും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പട്ടാളത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതേപോലെ തന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. പാൻ ആൻഡ് ആധാർ കാർഡ്സ് മാൻഡറ്ററി ആണ്, പാൻ കാർഡും ആധാർ കാർഡും നിർബന്ധമായിട്ടും കൊണ്ടുപോകാം.
20 സെറ്റ് ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്. കുറെ ആൾക്കാർ പറയും കിട്ടിയിട്ട് കൊണ്ടുപോയി പ്രസന്റ് ചെയ്താൽ മതി, ഇതും കൊണ്ടുപോയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് റിക്രൂട്ട്മെന്റ് സെന്റേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ് ആണ്. അതായത് എവിടെയാണ് റിക്രൂട്ട്മെന്റ് സെന്റർ എന്നുള്ളതാണ്. നമുക്കിവിടെ സെന്റർ വരുന്നത് ബെൽഗാവി കർണാടകയാണ്. നമ്മുടെ കേരളത്തിന്റെ സെന്റർ ആണ് പറയുന്നത് ബെൽഗാവി കർണാടകയാണ്. ഓക്കെ, ഇവിടെ ലൊക്കേഷൻ രാഷ്ട്രീയ മിലിറ്ററി സ്കൂൾ സ്റ്റേഡിയം ബെൽഗാവി കർണാടക. ഓക്കെ, ഇനി 106 ഇൻഫൻട്രി ബറ്റാലിയൻ ടി എ പാര, അതേപോലെ 115 ഇൻഫൻട്രി ബറ്റാലിയൻ ടി എ മദർ ആൻഡ് 122 ഇൻഫൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസ്. ഇത്രയും യൂണിറ്റുകളുടെയാണ് ഇവിടെ വെച്ച് നടക്കുന്നതെന്ന് ചുരുക്കം. ഓക്കെ, വേക്കൻസി ഫോർ സോൾജർ ജനറൽ ഡ്യൂട്ടി 320 ആണ്. ആൻഡ് സോൾജർ ട്രേഡ്സ്മാൻ 5, അതേപോലെ തന്നെ ക്ലർക്ക് 1, കമ്മ്യൂണിറ്റി 1, അതേപോലെ തന്നെ സ്റ്റുഡൻറ് 2, എയർ റിസർവ്. ഇത്രയും വേക്കൻസികളാണ് 320 വേക്കൻസിയുള്ള സോൾജർ ജനറൽ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത് ബെൽഗാവിയിലാണ്. ഓക്കെ, ബെൽഗാവി എന്നാണ് പറയുക, ബെൽഗാവിയാണ്. നിങ്ങൾ ഓർത്ത് വെക്കുക, ഇവിടെ ഇത്രയും വേക്കൻസികൾ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ കാണാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് 15 നവംബറിന് സ്റ്റാർട്ട് ചെയ്യാണ്. ഗുജറാത്ത് ആൻഡ് ഗോവ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് പോണ്ടിച്ചേരി, അതേപോലെ തന്നെ ദമാൻ, ലക്ഷദ്വീപ് കാണാം. ലക്ഷദ്വീപിലെ മലയാളികളൊക്കെ എത്തേണ്ടത് 15 നവംബറിനാണ്. അതേപോലെ തന്നെ 16 നവംബറിന് വരുന്നത് തെലങ്കാന, ഗുജറാത്തൊക്കെയാണ്. ആൻഡ് മലയാളികൾ നമ്മൾ കേരളക്കാർക്ക് വരുന്നത് 27 നവംബറും കാണാം, രാവിലെ 5 മണിക്കും കാണാം, 28 നവംബറും കാണാം. കാണാം ഓൾ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് ആൻഡ് കേരള സ്റ്റേറ്റ്, ഓൾ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാട് ആൻഡ് ഗുജറാത്ത് ആൻഡ് കേരള സ്റ്റേറ്റ്. നമുക്ക് വരുന്നത് ഈ 2 ദിവസങ്ങളിലാണ്, ഓർത്ത് വെക്കുക കേട്ടോ. 27 നവംബറും 28 നവംബറിലാണ് കേരളത്തിലെ പിള്ളേർക്ക് ഈ റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റുക. 27 നവംബർ 28 നവംബർ മാറിപ്പോകത്തെ രാവിലെ 5 മണിക്കാണ്. 27-ാം തീയതി തന്നെ നിങ്ങൾ മാക്സിമം എത്താൻ ശ്രമിക്കുക. അന്ന് പറ്റിയില്ലെങ്കിൽ 28-ാം തീയതി എന്തായാലും എത്തുക. ഞാൻ പറയുകയാണെങ്കിൽ 27-ാം തീയതി തന്നെ എത്തണം, കാരണം പിറ്റേന്നൊക്കെ ആയിട്ട് വീണ്ടും ഫോർമാലിറ്റീസ് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ആദ്യത്തെ ദിവസം തന്നെ എടുക്കുക. അന്ന് കയറാൻ പറ്റിയ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമുക്ക് പിറ്റേന്ന് കൂടി ഓപ്ഷൻ ഉണ്ട്. അല്ല രണ്ടാമത്തെ തന്നെ 28-ാം തീയതി തന്നെ പോയത്. 28-ാം തീയതി പോകാൻ പറ്റാത്ത ആൾക്കാർ മാത്രം 28-ാം തീയതി പോവാം. ഓക്കെ, അന്ന് നിങ്ങളോട് ആന്ധ്രാപ്രദേശത്തെ പിള്ളേരും കൂടി ഉണ്ടാവുമെന്ന് ഓർക്കുക കേട്ടോ. ഗുജറാത്ത് ആൻഡ് കേരള. ഓക്കെ, ഓൾ ഡിസ്ട്രിക്ട്സ് ഓഫ് ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് ആൻഡ് കേരള. പേടിക്കണ്ട, ഗുജറാത്തിൽ നിന്നൊന്നും പിള്ളേർ വല്ലാണ്ട് വരാൻ പോകുന്നില്ല. അപ്പോൾ അത് നമുക്കൊരു മെച്ചാണ്. ആന്ധ്രയിൽ നിന്നുണ്ടാവും, കുഴപ്പമില്ലാത്ത പിള്ളേരുണ്ടാവും, അതേപോലെ കേരളത്തിലെ പിള്ളേരും ഉണ്ടാവും. ഓക്കെ, കേരളത്തിലെ പിള്ളേർ എവിടെ ഉണ്ടാവും, എവിടെ പോയാലും മലയാളികൾ ചെന്നൈയിലൊക്കെ പോയത് കാണായിരുന്നു നമ്മുടെ ഇതിൻ്റെ റാലിക്ക്, മെഡിക്കൽസിൻ്റെ റാലിക്ക് ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുന്ന കുട്ടികളോട് പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. പെർമനന്റ് എംപ്ലോയ്മെന്റ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പെർമനന്റ് ആയി കഴിഞ്ഞാലൊക്കെ. ഇനിഷ്യൽ സർവീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. എക്സ്റ്റെൻഡബിൾ ബേസ്ഡ് ഓൺ പെർഫോമൻസ്. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ 7 വർഷത്തെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഡസ് നോട്ട് ഗ്യാരണ്ടി പെൻഷൻ ഓർ കണ്ടിന്യൂസ് സാലറി എക്സ്പെക്ട് ഡ്യൂറിങ് ദ ആക്റ്റീവ് ഡ്യൂട്ടി. അതായത് ആക്റ്റീവ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാലറിയോ പെൻഷനോ എക്സ്പെക്ട് ചെയ്യരുത് എന്നാണ്. ട്രെയിനിങ് വിൽ ഒക്കെ ആയിട്ട് ഡെസിഗ്നേറ്റഡ് സെന്റേഴ്സ് അക്രോസ് ഇന്ത്യ. ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഏത് സെന്ററിൽ നടക്കാം. അതേപോലെ തന്നെ ഫേക്ക് സർട്ടിഫിക്കറ്റ്സോ എന്തെങ്കിലും കൈക്കൂലി കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾ നേരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണ്. റാലി സൈറ്റിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ മൊബൈൽ ഫോൺ കൊണ്ടുവരുത്. കൊണ്ടുപോയാൽ തന്നെ മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, സ്മാർട്ട് ഡിവൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ റൂം എടുത്തിട്ട് റൂമിൽ വെച്ചിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം കേരളത്തിലെ പിള്ളേർ എന്ത് ചെയ്യുക, ഈ റാലി അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ നോട്ടിഫിക്കേഷൻ പരിപാടി അങ്ങ് നിർത്തും. അതേപോലെ തന്നെ SSC, അതേപോലെ തന്നെ PSC, RRB, ബാങ്ക് എല്ലാത്തിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൻസിന്റെ മൊത്തം നോട്ടിഫിക്കേഷൻ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു.